നമ്മുടെ വീട്ടില് നമുക്ക് വെറുപ്പും ദേഷ്യമുള്ള, നമ്മളങ്ങനെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന, എന്തായടാ, എവിടേക്ക് പോയടാ, എന്തിനാ ഇത്ര പൈസ എന്ന് ചോദിക്കണ അച്ഛനല്ലേ? ആ അച്ഛന്റെ പോക്കറ്റും തപ്പി നോക്കിയിട്ടുണ്ടാവും. ചിലപ്പോ 10 രൂപ ഉണ്ടാവുള്ളടാ. കടം വാങ്ങിയിട്ടേക്കാരും നിങ്ങൾക്ക് വേണ്ട സ്കൂൾ യൂണിഫോം വാങ്ങിച്ചെന്ന്. ചിലപ്പോ കടം കൊടുക്കാനുള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പണിയില്ലാതെ നിൽക്കുന്ന ഒരു സാധാരണക്കായ അച്ഛനുണ്ട്. നിങ്ങളുടെ അച്ഛനമ്മമാരുടെ, ഉപ്പയുടെ, ഉമ്മയുടെ, അച്ഛന്റെ ഒക്കെ, പിതാവിന്റെ ഒക്കെ ജോലി അന്വേഷിച്ചു നോക്കും. ചിലപ്പോ അങ്ങനെ നട്ടുച്ച വെയിൽ നേരത്ത് റോട്ടില് വിസിലടിച്ച് ഹോട്ടലിന്റെ ഒരു ബോർഡ് കാണിച്ചു നിൽക്കുന്ന ഒരു അച്ഛൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അച്ഛന് അയാൾ ആർക്ക് വേണ്ടിയാ വെയിലുള്ളതെന്ന് അറിയോ? നമുക്ക് വേണ്ടിയാണ്. ആ അച്ഛനെ ധിക്കാരത്തോടു കൂടി നോക്കുന്ന ആൾക്കാർ എത്ര പേര് ഇവിടെ ഉണ്ട്? ആ അച്ഛനെ തിരിച്ചറിഞ്ഞ എത്ര പേരുണ്ട്? ആ അച്ഛന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? നമുക്ക് വേണ്ടിയാണ് അവരിങ്ങനെ ജീവിക്കുന്നത്. എല്ലാ സ്വപ്നങ്ങളും, അവർക്ക് അവരുടേതായ എല്ലാ സ്വപ്നങ്ങളും ഉണ്ടായിട്ടും ചിലതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മാറ്റിവെച്ച്. നല്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടും ചില ചായയിലോ ചെറിയ കടയിലോ ഒതുക്കും. എന്നിട്ട് നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടി അവർ നമുക്ക് എന്തെങ്കിലും പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരും, അല്ലേ? ആ അച്ഛന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാൻ കഴിയണം. ആൺകുട്ടികളെ, പെൺകുട്ടികളെ, വിട്ടുകളയരുത് കേട്ടോ, വിട്ടുകളയരുത്. നമ്മുടെ ഭാഗ്യാണ്. തിരിച്ചറിഞ്ഞാൽ മതി.